67 വയസ്സായിരുന്നു അയാൾക്ക്. 1914 ഡിസംബർ 10 വൈകുന്നേരം വീടിനരികിലെ വലിയ കെട്ടിടം തീപിടിച്ചു. ഭീകരമായ ആ അഗ്നിബാധയിൽ അയാൾ അന്നോളം സമ്പാദിച്ചതെല്ലാം കത്തിയമർന്നു. ഫാക്ടറി, ലബോറട്ടറി, മുഴുവൻ രേഖകളും എല്ലാം കത്തിയമർന്നു. ഉയർന്നു പൊങ്ങുന്ന തീനാളങ്ങൾ തന്റെ സ്വപ്നത്തെ മുഴുവൻ വിഴുങ്ങുന്നത് നിറകണ്ണുകളോടെ അയാൾ നോക്കി നിന്നു. ഓടിവന്ന മകൻ ഉറക്കെ കരഞ്ഞു. അയാൾ തന്റെ മകന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നാം തകർന്നു പോകരുത്, ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ആ അച്ഛനെ നാം അറിയും. കണ്ടുപിടുത്തങ്ങളുടെ കണക്കു നോക്കിയാൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നയാൾ. ഒന്നും രണ്ടുമല്ല, 1093 അമേരിക്കൻ പേറ്റന്റുകൾ സ്വന്തമായുള്ള ശാസ്ത്രജ്ഞൻ. തോമസ് ആൽവ എഡിസൺ. 1914 $10 ലക്ഷം നഷ്ടം എത്ര വലുതായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ഫാക്ടറിയും ലൈബ്രറിയും അതിനേക്കാൾ വിലയുള്ള രേഖകളും കത്തിയമർന്ന ആ രാത്രിയിൽ അദ്ദേഹം തന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി: ഇന്ന് വലിയൊരു തീപിടുത്തമുണ്ടായി. ചെയ്തുവെച്ചതെല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് വയസ്സ് 67 ആയിട്ടുള്ളൂ. തളർന്നു പോകാൻ ഞാൻ ഒരുക്കമല്ല. നാളെ മുതൽ ഞാൻ എല്ലാം ഒന്നേയെന്ന് തുടങ്ങും. തുടർന്നുള്ള 4 വർഷങ്ങൾ കഠിനമായ പരിശ്രമങ്ങൾ, കത്തിയമർന്ന $10 ലക്ഷം പകരം $1 കോടി ഉൽപാദനത്തിലേക്ക് ആ 71കാരൻ കുതിച്ചുയർന്നു. അതൊരു വിജയമായിരുന്നു. ഒരു തീക്കും കത്തിക്കാനാകാത്ത ഉൾക്കരുത്തിന്റെ വിജയം. നമ്മൾ തോൽക്കുന്നത് നാം വീണുപോകുമ്പോഴല്ല, വീണിടത്തുനിന്നും നാം എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ് എന്ന തിരിച്ചറിവ് നമുക്കൊപ്പമുണ്ടാകട്ടെ. ശുഭദിനം.